കുട്ടികൾക്ക് അവരുടെ അഭിപ്രായവും അനുഭവങ്ങളും തുറന്നു പറയുവാനുള്ള ഇടമായി വീടുകളും കേൾവിക്കാരായ രക്ഷിതാക്കളും ഉണ്ടായാൽ അവർ വഴിമാറിപ്പോകില്ലെന്ന് കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അഭിപ്രായപ്പെട്ടു. പുന്നേർകുളം മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ പുന്നേർകുളത്തെ നിങ്ങൾ വീടുകളിലാണ് ഈ ബോധവൽക്കരണ പ്രവർത്തനം ആദ്യം നടത്തേണ്ടത്. ഈ മാവിന്റെ ചോട്ടിൽ നിന്ന് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത നിഷ്കളങ്കരായ കസേരയിലിരിക്കുന്ന നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ ഇത് നിങ്ങളുടെ വീടുകളിലെ ഈ പ്രദേശത്തെ ഇതിന് മയക്കമരുന്ന് വിമുക്ത പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമമായിട്ട് നിങ്ങളെ പ്രഖ്യാപിച്ചിട്ട് ഇത് ലഘുലേഖകള് എല്ലാ വീടുകളിലും കൊണ്ടുകൊടുക്കുക. വർദ്ധിച്ചുവരുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുകയും അത്തരം വിൽപ്പന കേന്ദ്രങ്ങൾക്ക് ഒരു സംരക്ഷണവും യൂണിറ്റ് നൽകില്ലെന്ന് പ്രഖ്യാപിക്കുകയും വീടുകൾ തോറും കയറിയിറങ്ങി ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും വേണമെന്നും ഡേവിസ് ചിറമൽ കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച 3:30 കുന്നത്തൂരിൽ നിന്നാരംഭിച്ച പ്രകടനത്തോടുകൂടിയാണ് സദസ്സ് ആരംഭിച്ചത്. ആൽത്തറ തടാകം കോംപ്ലക്സിൽ വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ വടക്കേകാട് SHO കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകനും കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ കൺവീനർ കൂടിയായ അറക്കൽ ഉമർ മാസ്റ്റർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജകമണ്ഡലം ജനറൽ കൺവീനർ ജോജി തോമസ്, പുന്നയൂർകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി AK സച്ചിദാനന്ദൻ, ട്രഷറർ VK അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ സ്വാഗതവും സമിതി ജില്ലാ കമ്മിറ്റി അംഗം MV ജോസ് നന്ദിയും പറഞ്ഞു.